ഉത്ര എന്ന പെൺകുട്ടിയെ ഭർത്താവ് വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ പൈശാചിക സംഭവം ആരും മറന്നിട്ടുണ്ടാവില്ല. ഉത്ര കേസ് അന്വേഷണം പുസ്തകമായി വായനക്കാരുടെ മുന്നിലേക്ക് എത്തുന്നു. മുൻ ഉത്തരാഖണ്ഡ് DGP അലോക് ലാലും മകൻ മാനസ് ലാലും ചേർന്നാണ് പുസ്തകം എഴുതിയത്. ഫാനിങ്സ് ഓഫ് ഡെത്ത്, എ ട്രൂ സ്റ്റോറി ഓഫ് കേരള സ്നേക്ക് ബൈറ്റ് മർഡർ എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത്. കൊല്ലം അഞ്ചലിലാണ് ഉത്രയെ ഭർത്താവ് സൂരജ് കരിമൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയത്. രാജ്യത്ത് ഇതിനു മുൻപ് 2 തവണയാണ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ആളുകളെ കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ പൂനെയിലും നാഗ്പൂരിലുമായിരുന്നു അത്. പൂനെയിൽ ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പാമ്പിനെ ഉപയോഗിച്ചെന്നായിരുന്നു കേസ്. നാഗ്പൂരിൽ മാതാപിതാക്കളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ മകൻ തന്നെയാണ് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപാതകം നടത്തിയത്. എന്നാൽ ഈ 2 കേസിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത് മഹാരാഷ്ട്ര പോലീസിന്റെ വീഴ്ചയായാണ് വിലയിരുത്തപ്പെട്ടത്. സമാനമായ നിരാശപ്പെടുത്തുന്ന വിധി ഉത്ര കേസിൽ ഉണ്ടായില്ല എന്നത് കേരള പോലീസിന്റെ നേട്ടമായാണ് വിലയിരുത്തിയത്. കൊലപാതക ഗൂഢാലോചന, ജീവനുള്ള വസ്തുവിന് വെച്ച് കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം എന്നിങ്ങനെ 5 വകുപ്പുകളാണ് പോലീസ് കുറ്റപത്രത്തിൽ സൂരജിനെതിരെ ചാർത്തിയത്. കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട പാമ്പുപിടുത്തക്കാരൻ കല്ലുവാതുക്കൽ സുരേഷിനെ പോലീസ് പിന്നീട് മാപ്പ് സാക്ഷിയാക്കിയിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കോടതിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ സാക്ഷിമൊഴിയായിരുന്നു സുരേഷിൻ്റേത്. സൂരജിന് പാമ്പുകളെ കൊടുത്തിട്ടുണ്ടെന്നും അവയെ കൈകാര്യം ചെയ്യാൻ സൂരജിന് അറിയാമെന്നും സുരേഷ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഭാര്യയെ കൊല്ലാൻ വേണ്ടിയായിരുന്നു സൂരജ് പാമ്പിനെ വാങ്ങിയത് എന്നറിയില്ലായിരുന്നുവെന്ന സുരേഷിന്റെ മൊഴി അംഗീകരിച്ചാണ് കോടതി ഇയാളെ മാപ്പ് സാക്ഷിയാക്കിയത്. ഉത്രയെ മൂർഖനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവ്, ഉത്രയെ അണലി ഉപയോഗിച്ച് നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മറ്റൊരു ജീവപര്യന്ത തടവ്, വിഷവസ്തു ഉപയോഗിച്ചതിന് 10 വർഷം തടവ്, തെളിവ് നശിപ്പിച്ചത് 7 വർഷം എന്നിങ്ങനെ 4 ശിക്ഷകളാണ് കോടതി സൂരജിന് വിധിച്ചത്. ജീവപര്യന്ത തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെങ്കിലും 10ഉം 7ഉം ആകെ 17 വർഷം തടവ് ശിക്ഷ സൂരജ് ആദ്യം അനുഭവിക്കണം. ഇതിനു ശേഷമായിരിക്കും ജീവപര്യന്ത തടവ് ശിക്ഷ ആരംഭിക്കുകയെന്ന് വിധിയിൽ കോടതി വ്യക്തമാക്കിയിരുന്നു. പ്രതിയുടെ പ്രായവും ഇതിനു മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നതും വധശിക്ഷയിൽ നിന്നൊഴിവാക്കാൻ കോടതി പരിഗണിക്കുകയുണ്ടായി. നഷ്ടപരിഹാരമായി നൽകുന്ന 5 ലക്ഷം രൂപ ഉത്രയുടെ കുഞ്ഞിന് ലഭിക്കുമെന്നും വിധിയിൽ കോടതി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.